നമസ്കാരം. ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ഡാനിയ. പ്രധാന വാർത്തകൾ. ത്വക്കുരോഗം പടർന്നു പിടിക്കുന്ന കീഴ്പള്ളി ചതിരൂർ 110 ആദിവാസി കോളനിയിൽ ത്വക്കുരോഗ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് അഡീഷണൽ DMO ഡോക്ടർ ശശികലയുടെ നേതൃത്വത്തിൽ. ശ്രീകണ്ഠാപുരം പെരുന്തലേരിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മതിലിടിച്ച് വിദ്യാർത്ഥികളടക്കം 15ഓളം പേർക്ക് പരിക്ക്. ആർല ഫാമിൽ വായിൽ വ്രണവുമായി കഴിഞ്ഞ ദിവസം കാട്ടാന ചെരിയാനിടയായ സംഭവം വീഴ്ചയിലുണ്ടായ പരിക്കെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. കീഴ്പള്ളി ചതിരൂർ 110 കോളനിയിൽ അഡീഷണൽ DMO ഡോക്ടർ ശശികല ഉൾപ്പെട്ട ത്വക്കുരോഗ വിദഗ്ധ സംഘം സന്ദർശിച്ചു. കുട്ടികൾക്കിടയിൽ പടർന്നു പിടിക്കുന്ന ത്വക്കുരോഗത്തിന് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനും മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിനും വേണ്ടിയായിരുന്നു സന്ദർശനം. ഡെപ്യൂട്ടി DMO ഡോക്ടർ ശശികലയുടെ നേതൃത്വത്തിലുള്ള സ്കിൻ സ്പെഷ്യലിസ്റ്റ് സംഘമാണ് ചതിരൂർ 110 കോളനിയെ സന്ദർശിച്ചത്. കുട്ടികൾക്കിടയിൽ സ്കാബിസ് എന്ന ത്വക്കുരോഗമാണ് പടർന്നു പിടിക്കുന്നതെന്നും ഇത് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാനാകുമെന്നും ഡോക്ടർ ശശികല പറഞ്ഞു. ശ്രീകണ്ഠാപുരം പെരുന്തലേരിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മതിലിടിച്ച് വിദ്യാർത്ഥികളടക്കം 15 പേർക്ക് പരിക്കേറ്റു. കൊയ്യം തലശ്ശേരി റൂട്ടിലോടുന്ന റിങ്കു ബസ്സാണ് ചൊവ്വാഴ്ച രാവിലെ പെരുന്തലേരിയിൽ വീടിന്റെ മതിലിടിച്ച് അപകടമുണ്ടായത്. കൊയ്യം തലശ്ശേരി റോഡിലോടുന്ന KL 13M 3508 നമ്പർ റിങ്കു ബസ്സാണ് രാവിലെ 9:30 പെരുന്തലേരിയിൽ വീടിന്റെ മതിലിടിച്ച് അപകടമുണ്ടായത്. കൊയ്യത്ത് നിന്ന് തലശ്ശേരിയിലേക്ക് പോകുകയായിരുന്ന ബസിന്റെ മെയിൻ ലീഫ് പൊട്ടിയതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചത്. പരിക്കേറ്റവരെ തളിപ്പറമ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാറക്കാട് ALP സ്കൂളിലെ 5 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 15ഓളം പേർക്കാണ് പരിക്കേറ്റത്. ആറള ഫാമിൽ വായിൽ വ്രണവുമായി കഴിഞ്ഞ ദിവസം കാട്ടാന ചെരിയാനിടയായത് വീഴ്ചയിലുണ്ടായ പരിക്കാണെന്ന് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടത്തിൽ ആനയുടെ താടിയെല്ലും വാരിയെല്ലുകളും പൊട്ടിയിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കോന്നി ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ V. സുനിൽകുമാർ, വയനാട് അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ, എടൂർ വെറ്റിനറി സർജൻ ഡോക്ടർ KK ജോൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത്. ഭക്ഷണം എടുക്കാനാവാത്ത വിധം പരുക്കുകളുമായി ആർലം ഫാമിൽ കഴിഞ്ഞ 4-നാണ് ആനയെ കണ്ടെത്തുന്നത്. മയക്കുവെടി വെച്ച് തളച്ച് ചികിത്സ നൽകുന്നതിനായി വനപാലകർ ശ്രമം നടത്തിയെങ്കിലും ഞായറാഴ്ച പുലർച്ചെ അവശനായി വീഴുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ താടിയെല്ലും വാരിയെല്ലുകളും പൊട്ടിയിരുന്നതായി കണ്ടെത്തി. വ്രണമായി തലച്ചോറിൽ വരെ പഴുപ്പ് ബാധിച്ചെങ്കിലും നാക്ക് തുടങ്ങിയ അവയവങ്ങൾക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല. ഇതനുസരിച്ചാണ് കാട്ടിലെവിടെയെങ്കിലും വീഴ്ചയിലുണ്ടായ പരിക്കാണെന്ന നിഗമനത്തിലെത്താൻ കാരണമെന്ന് വൈൽഡ് ലൈഫ് വാർഡൻ KV ഉത്തമൻ അറിയിച്ചു. പായം കാടമുണ്ടയിലെ വിളങ്ങോട് വയൽ പ്രഭാകരൻ തന്റെ 45 സെന്റ് സ്ഥലത്ത് കോളിഫ്ലവർ, ക്യാരറ്റ് തുടങ്ങിയ അന്യസംസ്ഥാന പച്ചക്കറികൾ വിളയിച്ച് ശ്രദ്ധേയനാവുകയാണ്. ഇതോടൊപ്പം വാഴ, തീറ്റപ്പുല്ല്, തക്കാളി, മത്തൻ, കക്കരി, കോവൽ, പാവയ്ക്ക, നിലക്കടല എന്നിവയും കൃഷി ചെയ്യുന്ന പ്രഭാകരൻ പായം പാടശേഖര സമിതിയിൽ അംഗവുമാണ്. മൊബൈൽ ഫോൺ വഴി പരിചയപ്പെട്ട് ഗൾഫുകാരന്റെ ഭാര്യയുടെ വീട്ടിലെത്തിയ മലപ്പുറം ജില്ലക്കാരനായ യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. മലപ്പുറം അരീക്കോട്ടെ പാലക്കോടൻ ചന്ദ്രനെയാണ് ചൊവ്വാഴ്ച പുലർച്ചെ നാട്ടുകാർ വീട് വളഞ്ഞ് പിടികൂടിയത്. മൊബൈൽ ഫോൺ വഴി ദീർഘനാളത്തെ പരിചയത്തിന്റെ പുറത്ത് ഗൾഫുകാരന്റെ വീട്ടിൽ താമസിച്ച യുവാവിനെ ചൊവ്വാഴ്ച പുലർച്ചെ വീട്ടിൽ നിന്ന് പോകുമ്പോഴാണ് നാട്ടുകാർ പിടികൂടിയത്. മലപ്പുറം ജില്ലയിലെ അരീക്കോട്ടെ പാലക്കോടൻ ചന്ദ്രനാണ് പിടിയിലായത്. യുവതിയുടെ വീട്ടിൽ തിങ്കളാഴ്ച രാത്രിയാണ് KL 13F 3488 മാരുതി കാറിൽ ചന്ദ്രനെത്തിയത്. ഇയാൾ ഇവിടെ സ്ഥിരമായി എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വീടിന് കാവലിരിക്കുകയും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറുന്നതിനിടയിൽ വീട് വളഞ്ഞ് പിടികൂടുകയുമായിരുന്നു. പേരാവൂർ കുഞ്ഞിമ്പേട് ശ്രീ ഭഗവതി ക്ഷേത്ര തിറ മഹോത്സവം സമാപിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് കുട്ടിശാസ്തപ്പൻ, പെരുമ്പേശൻ, വസൂരിമാല, ഗുളികൻ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. ചെറുപ്പത്തിലേറ്റ പൊള്ളലിന്റെ വേദനയിൽ നിന്ന് മുക്തി നേടാനാവാതെ കഴിയുകയാണ് കീഴ്പള്ളി ചതിരൂർ 110 കോളനിയിലെ 9 വയസ്സുകാരി അനിത. 3 വയസ്സുള്ളപ്പോൾ അനിത അപസ്മാര രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് തീയിൽ വീണ് പൊള്ളലേൽക്കുകയായിരുന്നു. ഇത് കീഴ്പള്ളി ചതിരൂർ 110 കോളനിയിലെ ചന്ദ്രൻ ഷൈനി ദമ്പതികളുടെ മകൾ അനിത. അപസ്മാര രോഗിയായ അനിത 3 വയസ്സുള്ളപ്പോൾ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് തീയിലേക്ക് വീണു. വേദന കൊണ്ട് നിലവിളിച്ചെങ്കിലും അവളുടെ നിലവിളി ആരും കേട്ടില്ല. കുറച്ച് സമയത്തിന് ശേഷം വീട്ടുകാർ നോക്കുമ്പോൾ അവളുടെ മുഖവും നെഞ്ചും വെന്തുപോയിരുന്നു. ഏറെ നാളത്തെ ചികിത്സ കൊണ്ടും അവളുടെ പൊള്ളലേറ്റ മുഖത്തിന്റെ വൈരൂപ്യം മാറ്റാനായില്ല. മാത്രമല്ല മാസത്തിൽ 2 തവണ എന്ന പോലെ അപസ്മാരം അവളെ വിടാതെ പിന്തുടരുന്നു. ചെറുപ്പത്തിലെ അച്ഛനെ നഷ്ടപ്പെട്ട അനിത അമ്മയുടെ ചേച്ചി ലക്ഷ്മിയുടെ സംരക്ഷണയിലാണ് കഴിയുന്നത്. ഭർത്താവ് മരിച്ചതിന് ശേഷം അനിതയുടെ അമ്മ ഷൈനി മറ്റൊരാളെ വിവാഹം കഴിച്ചു.
പഠിക്കാൻ മിടുക്കിയായ ഇവൾക്ക് എഴുതാൻ വളരെ പ്രയാസമാണെന്ന് ടീച്ചർമാർ പറയുന്നു. മാത്രമല്ല, അപസ്മാരം വന്നാൽ ആഴ്ചകളോളം അനിതയ്ക്ക് സ്കൂളിൽ പോകാൻ സാധിക്കാറില്ല. വിദഗ്ധ ചികിത്സ കൊണ്ട്, അപസ്മാരവും പ്ലാസ്റ്റിക് സർജറി കൊണ്ട് ഇവളുടെ മുഖത്തെ വൈരൂപ്യവും മാറ്റാനാകുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം. എന്നാൽ ചികിത്സയ്ക്ക് പണമില്ലാതെ വിഷമിക്കുകയാണ് ഈ കുടുംബം. തങ്ങളെ ആരെങ്കിലും സഹായിക്കാനെത്തുമെന്ന പ്രതീക്ഷയിലാണ് 9 വയസ്സുകാരി അനിതയും അമ്മയുടെ ചേച്ചി ലക്ഷ്മിയും. ICDS സൂപ്പർവൈസർക്ക് ഏർപ്പെടുത്തിയ മികച്ച സേവനത്തിനുള്ള 2007-2008 വർഷത്തെ സംസ്ഥാന അവാർഡ് ഇരിട്ടി ICDS പ്രൊജക്ടിലെ സൂപ്പർവൈസറായി സേവനമനുഷ്ഠിച്ച TS സുലേഖയ്ക്ക് ലഭിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി PK ശ്രീമതിയിൽ നിന്നും അവാർഡും പ്രശംസാപത്രവും ഏറ്റുവാങ്ങിയ സുലേഖയെ ഇരിട്ടി ICDS ഓഫീസിൽ ചേർന്ന ചടങ്ങിൽ അനുമോദിച്ചു. ഹൃദയവാൽവ് തകരാറിലായ പിഞ്ചുകുഞ്ഞിന്റെ ചികിത്സാധനം കണ്ടെത്തുന്നതിനായി മാതാപിതാക്കൾ ഉദാരമതികളുടെ സഹായം തേടുന്നു. ഇരിട്ടിയിലെ സ്വർണ്ണ തൊഴിലാളികളായ വെള്ളാപ്പള്ളിൽ ഗിരീഷ്, ശ്രീജ ദമ്പതികളുടെ 8 മാസം പ്രായമായ മകൻ അഭിരാമിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇരിട്ടിയിലെ സ്വർണ്ണ തൊഴിലാളിയായ വെള്ളാപ്പള്ളിൽ ഗിരീഷ്, ശ്രീജ ദമ്പതികളുടെ 8 മാസം പ്രായമായ മകൻ അഭിരാമിനാണ് ഹൃദയ സംബന്ധമായി ഗുരുതരമായ രോഗം ബാധിച്ച് എറണാകുളം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിലുള്ളത്. ഹൃദയവാൽവ് മാറ്റിവെക്കുന്നത് ഉൾപ്പെടെ 3 ഘട്ടങ്ങളിലായി ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ചികിത്സയ്ക്കായി ഭാരിച്ച തുക കണ്ടെത്താനാവാതെ വിഷമിക്കുകയാണ് ഈ മാതാപിതാക്കൾ. കുഞ്ഞിന്റെ ചികിത്സാധനം കണ്ടെത്തുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ കീഴൂർ ചാവശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP അശോകൻ രക്ഷാധികാരിയായും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ YY മത്തായി കൺവീനറുമായി 11 അംഗ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇവരെ സഹായിക്കാൻ താൽപര്യമുള്ളവർ കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിന്റെ ഇരിട്ടി സായാഹ്ന ശാഖയിലെ 3007 നമ്പർ അക്കൗണ്ടിലേക്ക് തുക നിക്ഷേപിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തില്ലങ്കേരി വിലങ്ങേരി തറവാട് തിറ മഹോത്സവം സമാപിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. ശ്രീ കോക്കാട്ടിടം പാണ്ഡിശാല വിഷ്ണുമൂർത്തി ക്ഷേത്ര കളിയാട്ട മഹോത്സവം സമാപിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് മടയിൽ ചാമുണ്ടി, കരിവാൾ, ഭൈരവൻ, ഉച്ചിട്ട, പൂക്കുടി ശാസ്തപ്പൻ, രക്തേശ്വരി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ത്വക്കുരോഗം പടർന്നു പിടിക്കുന്ന കീഴ്പള്ളി ചതിരൂർ 110 ആദിവാസി കോളനിയിൽ ത്വക്കുരോഗ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് അഡീഷണൽ DMO ഡോക്ടർ ശശികലയുടെ നേതൃത്വത്തിൽ. ശ്രീകണ്ഠാപുരം പെരുന്തലേരിയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മതിലിടിച്ച് വിദ്യാർത്ഥികളടക്കം 15ഓളം പേർക്ക് പരിക്ക്. ആറള ഫാമിൽ വായിൽ വ്രണവുമായി കഴിഞ്ഞ ദിവസം കാട്ടാന ചെരിയാനിടയായ സംഭവം വീഴ്ചയിലുണ്ടായ പരിക്കെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ന്യൂസ് ടൈം സമാപിക്കുന്നു. നമസ്കാരം.